പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് പകർന്നു തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയേറിയ മുത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാകുന്ന ദൈവവചനമാണ്. അത് സകല പൊന്നിനേക്കാളും രത്നങ്ങളെക്കാളും മുത്തുകളെക്കാളും വിലയേറിയതാണെന്ന് നമ്മുടെ 19 സങ്കീർത്തനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വിലയേറിയ കാര്യം ദൈവവചനം തന്നെയാണ്. സദൃശവാക്യം 20-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: സ്വർണവും അനവധി മുത്തുകളും ഉണ്ട്, എന്നാൽ പരിജ്ഞാനം സംസാരിക്കുന്ന അധരങ്ങൾ ഇവയെല്ലാറ്റിനേക്കാളും വിലയേറിയതാണ്. ദൈവത്തിൻ്റെ പരിജ്ഞാനം സംസാരിക്കുന്ന നാവ് ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണത്തെക്കാളും മുത്തുകളെക്കാളും വിലയേറിയതാണെന്ന് തിരുവചനം പറയുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് സംസാരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ നാവായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് അത്രയും വിലയുള്ളതാണ്. കാരണം അത് പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ഒരുപോലെ ആത്മീയ വർധന വരുത്തുന്നതായതുകൊണ്ട് ആണ് ഇത്രയേറെ വിലയുള്ളതാകുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്താൽ ഐക്യപ്പെട്ട് ഈ ലോകത്തിൽ വന്ന് ഈ മനോഹരമായ വചനം നമ്മളെ അറിയിക്കുന്നതിൽ എത്രമാത്രം അവിടുന്ന് സന്തോഷിച്ചു. അത്രയേറെ വിലയേറിയ മുത്തുകൾ നമ്മുടെ ഇടയിലേക്ക് അവിടുന്ന് വിതയ്ക്കുകയായിരുന്നു. തിരുവചനത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഒന്നുമുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി ദൈവത്തിൻ്റെ ദൂതൻ യോഹന്നാന് കാണിച്ചു കൊടുത്തു. നദിയുടെ ഇക്കരെയും അക്കരെയും ജീവൻ്റെ വൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലങ്ങൾ കായ്ച്ച് അതാത് മാസം അതതിൻ്റെ ഫലം കൊടുക്കുന്നു. അവർക്ക് ഇനി യാതൊരുവിധ അതിൻ്റെ ഇല ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ ജാതികളുടെ രോഗശമനത്തിന് ഉതകുന്നു. അവർക്കിനി യാതൊരുവിധ ശാപവും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അവരുടെ മധ്യേ ഉണ്ട്. ആ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകൊണ്ട്, ദാസന്മാരെന്ന് പറഞ്ഞാൽ അനുസരണത്തിലും വിധേയത്വത്തിലും ദൈവത്തോടു കൂടെ ജീവിക്കുന്നവരെയാണ് ഇവിടെ ദാസന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. അവർ ദൈവത്തെ ആരാധിക്കും. അവർ ദൈവത്തിൻ്റെ മുഖം കാണും. ദൈവത്തിൻ്റെ പുത്രന്മാരായി കഴിയുമ്പോൾ ദൈവം സ്വർഗരാജ്യത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അവസ്ഥയാണ്. കാരണം നമ്മൾ ബൈബിളിൽ ഇപ്രകാരം പഠിച്ചിട്ടുണ്ട്: ദൈവത്തെ ആരും ഒരു നാൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു മനുഷ്യനും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിച്ചു.
ഇവിടെ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ ദൈവപുത്രന്മാരായി തീർന്നു കഴിയുമ്പോൾ പിതാവിൻ്റെ മുഖം കാണും എന്ന് വ്യക്തമായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം അവരുടെ നെറ്റിമേൽ ഇരിക്കും. അവർക്കിനി ഒരു നാളും രാത്രി ഉണ്ടാവുകയില്ല. കാരണം പിതാവായി ദൈവം അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെട്ടമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമേ ഇല്ല. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സകലത്തെയും അടക്കി ഭരിക്കാൻ വാഴാൻ ഉള്ള രാജാക്കന്മാരായിട്ട്. ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠമേറിയ സൃഷ്ടി മനുഷ്യനാണല്ലോ. ദൈവത്തിൻ്റെ ദൂതൻ യോഹന്നാൻ പറഞ്ഞ് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസന്മാരെ അറിയിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ വേഗത സംഭവിക്കാനുള്ള ഈ കാര്യങ്ങളെ അറിയിക്കേണ്ടതിന് തൻ്റെ ദൂതനെ അയച്ചു. ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ പ്രമാണിക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് അത് കേട്ട് ഗ്രഹിച്ച് പ്രമാണിക്കണം. കേട്ടത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ഭാഗ്യവാനാകുന്നില്ല. അത് കേൾക്കണം, വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കണം, അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കണം, അത് പ്രമാണിച്ച് ജീവിക്കാനിടയാകണം. നാം ഓരോരുത്തരും പിതാവായി ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ക്രിസ്തു യേശുവിനോടൊത്ത് നിത്യതയോളം സ്വർഗത്തിൽ സകലത്തിൻ്റെയും അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായി ദൈവപുത്രന്മാരായി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇപ്രകാരം നമ്മെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തെ സാത്താൻ ഏതു വിധേനയും തെറ്റിച്ച് കളയുവാനുള്ള എല്ലാ പദ്ധതികളും അവന് നടത്തിക്കൊണ്ടിരിക്കും. അതിലൊരു പ്രധാന സംഭവമാണ് പിതാവായി ദൈവം തന്നെയാണ് ക്രിസ്തു യേശു എന്നും ക്രിസ്തു യേശു തന്നെയാണ് പിതാവായ ദൈവം എന്നും ഉള്ള വ്യാജമായ പ്രസംഗം. പ്രിയമുള്ളവരെ, ഈ 66 പുസ്തകമടങ്ങുന്ന ഈ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലെ ഏതാനും വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. എല്ലായിടത്തും പിതാവായി ദൈവമുണ്ട്, പുത്രനായ ക്രിസ്തു യേശുവും ഉണ്ട്. ഇത് ബൈബിൾ വായിച്ചിരുന്നുവെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ, ദൈവസന്നിധി അല്പം താഴ്വാൻ താല്പര്യം വെച്ചിരുന്നുവെങ്കിൽ ഈ കാര്യം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മനുഷ്യനെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പ്രസംഗിച്ചു എന്ന് മനുഷ്യൻ പറയുന്നതിൽ ദോഷമല്ലാതെ നന്മയൊന്നുമില്ല. ആയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ ദൈവാത്മാവ് പ്രകാശിപ്പിച്ച് തരുന്നത് പോലെ പിതാവായ ദൈവത്തിലും അവിടുന്ന് അയച്ച അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊത്ത് യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്ത് സ്വർഗസ്ഥ പിതാവിൻ്റെ പ്രിയ മക്കളായി ദൈവരാജ്യത്തിൽ നിത്യതയോളം ദൈവപുത്രന്മാരായി ജീവിക്കുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പിതാവ് തന്നെയല്ല പുത്രൻ, പുത്രൻ തന്നെയല്ല പിതാവ്. പിതാവ് എന്നേക്കും
ഏക സത്യ ദൈവമാണെന്ന് തിരുവചനത്തിൽ നൂറുകണക്കിന് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറയാൻ നോക്കിയാൽ എങ്കിലും യേശു പറഞ്ഞു ഒരു വാക്യം മാത്രം പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, പിതാവേ, ഏക സത്യദൈവമായ അങ്ങേയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണല്ലോ നിത്യജീവൻ. ഇനി അങ്ങനെ അങ്ങ് കിടപ്പുണ്ട് ഒരുപാട്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലും പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ചും കുഞ്ഞാടിൻ്റെ സിംഹാസനത്തെക്കുറിച്ചും പിതാവായ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും കുഞ്ഞാടിൻ്റെ കരുതലിനെക്കുറിച്ചും വെളിപ്പാട് പുസ്തകം തീരുന്നിടം വരെ അവസാനത്തെ വാക്യം വരെ അതാണ് എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷം വെളിച്ചത്താൽ നമ്മുടെ ഹൃദയം പ്രകാശിക്കട്ടെ.